حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളും സഹോദരി സഹോദരന്മാരും അർഹമുറാഹിമീനായ കരുണാവാരിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ എല്ലാവിധ കൽപ്പനകളും നിർദ്ദേശങ്ങളും യഥാവിധത്തിൽ ജീവിതത്തിൻ്റെ രഹസ്യ മേഖലകളിലൊക്കെ പാലിച്ച് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനും മരണപ്പെടുവാനും ശ്രദ്ധിക്കണമെന്ന് എന്നെ മറക്കാതെ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. എന്നെയും നിങ്ങളെയും ഒരുപോലെ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദിവസങ്ങളിൽ ഏറ്റവും പരിശുദ്ധമായ ദിവസത്തിലാണ് നമ്മൾ. അതിൻ്റെ എല്ലാ പ്രതിഫലവും നൽകി എല്ലാവരെയും അനുഗ്രഹിക്കുകയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധമായ റമളാൻ അതിൻ്റെ ഏറ്റവും സമാപനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. എല്ലാ വർഷവും നാം റമളാനിന്റെ അവസാനത്തിൽ കേൾക്കുന്നത് പോലെ റമളാൻ വിട പറയുമ്പോൾ സ്വന്തമായി ഒരു ആത്മപരിശോധനക്ക് വിശ്വാസികൾ തയ്യാറാകേണ്ടതുണ്ട്. കാരണം ഒരു ജീവിതത്തിൽ അള്ളാഹു മനുഷ്യർക്ക് വർഷത്തിൽ ഒരിക്കൽ അവന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചെറിയ വലിയ നന്മകളെ അള്ളാഹുവിലേക്ക് അർപ്പിക്കുവാനും തിന്മകളെ ഏറ്റുപറഞ്ഞുകൊണ്ട് കഴുകിക്കളയുവാനും അള്ളാഹു മനുഷ്യർക്ക് നൽകുന്ന വർഷത്തിലെ ഒരു അവസരമാണ് നമ്മളിൽ നിന്ന് അവസാനിക്കുവാൻ പോകുന്നത്. ആ അനർഘ നിമിഷങ്ങളെ പൂർണ്ണമായി ഉപയോഗിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നാം സ്വന്തം വിലയിരുത്തേണ്ടിയിരിക്കുന്നു. അനുഗ്രഹത്തിന്റെ ദിനരാത്രികളിൽ അവന്റെ അനുഗ്രഹം നാം മുഴുവനായി ചോദിച്ചു വാങ്ങിയോ എന്നൊക്കെ ഏറ്റവും അവസാന നിമിഷമായ ഈ സമയത്ത് നാം പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടിയിരിക്കുന്നു. പാപങ്ങളൊക്കെ അള്ളാഹുവിന്റെ മുന്നിൽ വെച്ച് ഏറ്റുപറഞ്ഞ് പാപമോചനം സ്വന്തമാക്കിയിട്ടുണ്ടോ എന്നൊക്കെ സ്വയം വിലയിരുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല നോമ്പുകാർക്ക് റയ്യാൻ എന്ന് പറയുന്ന സ്വർഗ കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന് വാഗ്ദാനം നൽകിയപ്പോൾ ആ വാഗ്ദാനം നമുക്ക് ലഭിക്കുമോ? ആ റയ്യാനിലൂടെ നമുക്ക് ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുമോ എന്ന് നാം ആലോചിച്ചു നോക്കുക. ലഅല്ലക്കും തത്തഖൂൻ എന്ന് നിങ്ങൾക്ക് തഖ്വ ഉണ്ടാകുവാൻ വേണ്ടിയാണ് ഒരു മാസത്തെ വ്രതം നിങ്ങൾക്ക് നിർബന്ധമാക്കിയത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അതിലൂടെ നേടിയെടുക്കേണ്ട ആ തഖ്വ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് നാം ആലോചിച്ച് ഉറപ്പുവരുത്തുക. ഈ ചിന്തകൾക്കും ഈ ചോദ്യങ്ങൾക്കും ഒക്കെ നമ്മുടെ ഉള്ളിൽ കൃത്യമായ കോൺഫിഡൻസോട് കൂടിയുള്ള ഒരു ഉത്തരമില്ല എങ്കിൽ പ്രിയമുള്ളവരെ, ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇനിയും ബാക്കിയാണ് എന്ന് നാം മനസ്സിലാക്കണം. നമുക്കറിയാം, ഖുർആനിന്റെ മാസമാണ് ഈ പരിശുദ്ധ റമളാൻ. മഹാനായ പ്രവാചകൻ പറഞ്ഞു, അൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി.
അതിന്റെ ആളുകൾക്ക് പരലോകത്ത് വിശുദ്ധ ഖുർആൻ ശുപാർശകനായിക്കൊണ്ട് വരുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, നാളെയുടെ ലോകത്ത് അന്ത്യനാളിൽ വിശുദ്ധ ഖുർആൻ നമുക്ക് വേണ്ടി ശുപാർശ പറയുമോ ഇല്ലയോ? മഹാനായ പ്രവാചകൻ പറഞ്ഞു, അൽ ഖുർആൻ ഹുവ മുശഫ്ഫഉൻ വമാഹിൽ മുസദ്ദിഖുൻ വമൻ ജഅല അമാമഹു ഖാദഹു ഇലൽ ജന്ന. വിശുദ്ധ ഖുർആൻ നാളെയുടെ ലോകത്ത് മനുഷ്യന് വേണ്ടി ശുപാർശകനായി വരും. ആരെങ്കിലും ആ വിശുദ്ധ ഖുർആനിനെ വമൻ ജഅലഹു അമാമഹു ഖാദഹു ഇലൽ ജന്ന, ആരെങ്കിലും വിശുദ്ധ ഖുർആനെ തന്റെ ഹൃദയത്തിലേറ്റിയാൽ, അതിനെ ഉപയോഗിച്ചാൽ ഖാദഹു ഇലൽ ജന്ന, ആ വിശുദ്ധ ഖുർആൻ ആ മനുഷ്യനെ സ്വർഗ്ഗത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോകും. അങ്ങനെ വിശുദ്ധ ഖുർആൻ സ്വർഗ്ഗത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ പെടുമോ എന്ന് ആലോചിച്ച് നോക്കുക. അതുപോലെ തന്നെ അതിന്റെ മറ്റൊരു വശം, ആരെങ്കിലും ആ വിശുദ്ധ ഖുർആനെ തന്റെ പിരടിക്ക് പിന്നിലാക്കിയാൽ, അതിനെ അവഗണിച്ചാൽ, അതിനെ പുറംകാലം കൊണ്ട് തട്ടിയാൽ, അതിനെ പാരായണം ചെയ്യാതിരുന്നാൽ നാളെ ആ മനുഷ്യനെ നരകത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ വിശുദ്ധ ഖുർആൻ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ പ്രിയമുള്ളവരെ ആനയിച്ചു കൊണ്ടുപോകുക എന്ന് നമ്മൾ സ്വന്തം ആലോചിച്ച് സ്വന്തമായ ഒരു വിലയിരുത്തൽ ഈ അവസാന നിമിഷത്തിൽ കൊണ്ടുവരണം. മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ്, ആരെങ്കിലും വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ഹർഫ് പാരായണം ചെയ്താൽ ഫയസ്തലില്ലാഹു ബിഹി, അത് വെച്ചുകൊണ്ട് അവൻ പടച്ചവനോട് ചോദിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ചോദിച്ചിട്ടുണ്ടോ? റമദാനിന്റെ തുടക്കം മുതൽ ഇന്നിതാ ഏകദേശം സമാപനത്തിലേക്ക് പോകുന്ന റമദാനിൽ എത്രയോ പേജുകൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തില്ല. പ്രിയമുള്ളവരെ, ഫയസ്തലില്ലാഹു ബിഹി, അത് വെച്ചുകൊണ്ട് ചോദിക്കുവാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറഞ്ഞത്. നമ്മൾ ചോദിച്ചിട്ടുണ്ടോ? അല്ലാഹുവേ, നിന്റെ മാർഗ്ഗത്തിൽ രാത്രിയും പകലുമൊക്കെ വ്രതമെടുത്തുകൊണ്ട് നിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട്. നാഥാ, അല്ലാഹുവേ, നീ എന്താണ് വാഗ്ദാനം ചെയ്യുന്ന പ്രതിഫലം, അത് പൂർണ്ണമായി നൽകണേ എന്ന് നമ്മൾ ആലോചിച്ച് അല്ലാഹുവിനോട് ചോദിച്ചിട്ടുണ്ടോ എന്ന് സ്വയം എല്ലാത്തിനുമുള്ള ഒരു വിലയിരുത്തൽ, എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഒരു ഉത്തരം ഈ 2-3 ദിവസങ്ങൾക്കുള്ളിൽ റമദാൻ അവസാനിക്കുമ്പോൾ നമ്മൾ കണ്ടെത്തണം എന്നത് തന്നെയാണ്. അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ക്ഷണിക്കുകയാണ്, വസാരിയോ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, വൈകിട്ടില്ല, വസാരിയോ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങൾ അല്ലാഹുവിന്റെ പശ്ചാത്താപത്തിലേക്ക് വേഗത്തിൽ സഞ്ചരിക്കുകയും വജന്നത്തിൻ അർദുഹസ് സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗ്ഗമാണ് നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത്. എന്താ ചെയ്യേണ്ടതുള്ളൂ? നിങ്ങൾ ചെയ്ത തെറ്റിന് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുക. നിങ്ങൾ ചെയ്ത തെറ്റിന് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുക. അതിന് നിങ്ങൾക്കുള്ള സമ്മാനം എന്താ? മാലാ ഐനുൻ റഅത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, വലാ ഉദുനും സമഅത്, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, വലാ ഖത്തറ അലാ ഖൽബി ബശർ, ഒരു ഹൃദയത്തിന്റെ ചിന്തകൾക്ക് പോലും ചിന്തിച്ച് രൂപം കൊണ്ടുവരുവാൻ സാധിക്കാത്ത വിധത്തിൽ ആകാശഭൂമികൾക്ക് അതീതമായ സുന്ദരമായ സ്വർഗം നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്താൽ നിങ്ങൾക്ക് നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ, ഹേ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും നിഷ്കളങ്കമായ പശ്ചാത്തപിച്ച് മടങ്ങുകയും അസാ റബ്ബുകും അൻ യുകഫിറ അൻകും സയ്യിആതികും, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളഞ്ഞേക്കാം. വയദ്ഖിലകും ജന്നാതി തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗം നിങ്ങൾക്ക് അല്ലാഹു നൽകുന്നു. നന്മകൾ ചെയ്താൽ സ്വർഗ്ഗം കിട്ടുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത തെറ്റുകൾക്ക് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചോദിച്ചാൽ, പാപമോചനം ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകുന്ന സുന്ദരമായ സ്വർഗ്ഗപൂടോപ്പ് നിങ്ങൾക്ക് നൽകാമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ, വല്ല നീചകൃത്യവും ചെയ്താൽ ഔ ളലമു അൻഫുസഹും, സ്വന്തത്തോട് തന്നെ വല്ല നീചവും ദ്രോഹവും ചെയ്താൽ ദക്കറുല്ലാഹ്, അവൻ അല്ലാഹുവിനെ ഓർക്കുകയും ചെയ്താൽ ഫസ്തഗ്ഫറു ലിദുനൂബിഹിം, ആ പാപത്തിന് വേണ്ടി അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്താൽ വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ പിന്നെ ആരാണ് അവന് പുറത്തു കൊടുക്കുക? അത് അല്ലാഹുവിന്റെ സ്നേഹത്തോടു കൂടിയുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ ഞാനല്ലാതെ നിങ്ങൾക്ക് പിന്നെ ആരെ പുറത്തുതരാ? ഓർക്കാൻ വേണ്ടി ഞാൻ തയ്യാറായി നിൽക്കുകയാണ് എന്ന്
അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് പറയുകയാണ്, തൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികളെ ഒരുമിച്ച് അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്തു മടങ്ങുവിൻ, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയം കൈവരിച്ചേക്കാം. ഈ പരിശുദ്ധമായ റമദാൻ സമാപിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇസ്തിഗ്ഫാർ തന്നെയാണ് നാം പ്രധാനമായി കൊണ്ടും ഉറപ്പുവരുത്തേണ്ടത്. എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടു എന്ന് കൃത്യമായി ഉറപ്പുവരുത്തുവാൻ വിശ്വാസികൾ എന്ന നിലക്ക് സാധിക്കണം. പ്രാർത്ഥന കേൾക്കുവാൻ അല്ലാഹു 7 ആകാശത്തിൽ നിന്ന് ഏറ്റവും ഒന്നാമത്തെ ആകാശത്തിലേക്ക് വന്നിരിക്കുന്ന റമദാനിന്റെ ഏറ്റവും അവസാന സമയത്താണ് ഏറ്റവും അടുത്തുണ്ട് പറയുന്നത്. നിങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അവനോട് ഏറ്റവും അടുത്തായിക്കൊണ്ട് അല്ലാഹുവിന്റെ എന്താണ് ചോദിക്കുന്നത് അതിന് ഉത്തരം നൽകുവാൻ നമ്മൾ ചോദിക്കുവാൻ പഠിക്കരുത്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരു വർഷത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും സുന്ദരമായ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അതുകൊണ്ട് എല്ലാ തിന്മകളും കഴുകി എന്ന് ഉറപ്പുവരുത്തുവാൻ നമുക്ക് സാധിക്കണം. ചില ആളുകൾക്ക് തോന്നും, എന്റെയൊക്കെ പ്രാർത്ഥന പഠിച്ചു കേൾക്കും. പ്രിയമുള്ളവരെ, തിന്മ ചെയ്തവരുടെ പ്രാർത്ഥന കേൾക്കുമെന്നാണ് അല്ലാഹു പറഞ്ഞത്. അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ ഒരു കാലത്ത് നിങ്ങൾ നിരാശരാകരുത്, ഒരിക്കലും നിങ്ങൾ നിരാശരാകരുത്. അത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. ഏതൊക്കെ തെറ്റ് ചെയ്താലും അല്ലാഹുവിനോട് മനസ്സിൽ തട്ടിക്കൊണ്ട്, പടച്ചവനെ ഞാനിത് ചെയ്തു എന്നുള്ള ഒരു ഉറപ്പിൽ എനിക്ക് നീ അത് പുറത്തു തരണേ എന്ന് കരഞ്ഞ് ഏറ്റവും സ്വാലിഹായ ഹൃദയത്തോടു കൂടി പടച്ചവനോട് ചോദിച്ചാൽ അല്ലാഹു ഇത് കേൾക്കുമെന്ന് അല്ലാഹു പറഞ്ഞത്. അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശരാകരുത്. കാരണം ഈ ലോകം മുഴുവൻ അവന്റെ കാരുണ്യം നിറഞ്ഞിരിക്കുന്നു. തീർച്ചയായും അല്ലാഹുവിന്റെ കാരുണ്യം അവന്റെ കോപത്തെ മുൻകടന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അല്ലാഹുവിന്റെ കാരുണ്യവും അവന്റെ കോപവും തുലാസിന്റെ ഓരോ ഭാഗത്ത് വെച്ച് തൂക്കി നോക്കുമ്പോൾ ആ കാരുണ്യത്തിന് വളരെ തൂക്കം കൂടുതലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമ്മൾ എല്ലാവരെയും ചർച്ചയാക്കേണ്ടതുണ്ട്. പരിശുദ്ധ റമദാൻ ഒരു മനുഷ്യനിൽ സമാഗതമായിട്ട് വറഖമ അൻഫു റജുലിൻ അലൈഹി റമദാൻ ثم انسلخ قبل ان يغفر له, ഒരു മനുഷ്യനിലേക്ക് റമദാൻ സമാഗതമാവുകയും ആ റമദാൻ അവരിൽ നിന്ന് വിട പറയുന്നതിന് മുമ്പ് അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാതിരിക്കുകയും ചെയ്താൽ അവനെ ലോകത്തിന്റെ പ്രവാചകൻ ശപിച്ചിരിക്കുന്നു എന്നത് ഏറ്റവും വലിയ അപമാനമാണ്. നമ്മുടെ ജീവിതത്തിൽ പൊറുക്കപ്പെടാത്ത പാപങ്ങളുണ്ട് എങ്കിൽ അല്ലാഹുവിന്റെയും പ്രവാചകന്റെയും ഒക്കെ ശാപം പേറിക്കൊണ്ടായിരിക്കും നമ്മുടെ റമദാനിന് ശേഷമുള്ള ജീവിതം. ഉണ്ടാകാൻ പാടില്ല. അല്ലാഹുവിനോട് ചോദിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ഉത്തരവാദിത്വം. പൊറുക്കുവാൻ വേണ്ടി, പ്രാർത്ഥന കേൾക്കുവാൻ വേണ്ടി അല്ലാഹു കാത്തിരിക്കുകയാണ് പ്രിയമുള്ളവരെ. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മയും തിന്മയും നിസ്സാരമല്ല. ഒരു കുഞ്ഞുറുമ്പിന്റെ കാലിന്റെ തൂക്കം നന്മയാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് എങ്കിൽ അതിന്റെ പ്രതിഫലം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഒരു കുഞ്ഞുറുമ്പിന്റെ കാലിന്റെ തൂക്കം തിന്മയാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് എങ്കിൽ അതിന്റെയും പ്രതിഫലം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. പരിശുദ്ധമായ റമദാൻ വിട പറയാനിരിക്കുന്നു. നേടിയെടുക്കുവാൻ കഴിയുന്ന ചൈതന്യങ്ങളൊക്കെ നാം നേടിയെടുത്തു. ഇതൊക്കെ നാം തകർത്ത് കളയാതെ നിലനിർത്തണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശുദ്ധ ഖുർആനിൽ നന്മകൾ നിലനിർത്തണമെന്നൊക്കെ പറയുന്നുണ്ട്. അവർ പറഞ്ഞു കൊടുക്കാൻ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ റിളാ ബിൻത് സഅദ് എന്ന് പറയുന്ന ഒരു സ്ത്രീയെ പറ്റി പറയുന്നുണ്ട്. ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ ധാരാളം നൂലുകൾ കൊണ്ട് അവർ മുടഞ്ഞുണ്ടാകുന്നു. പിന്നീടോ രാവിലെ മുതൽ നൂൽ കൊടുക്കുകയും നല്ല ശക്തിയും ഉറപ്പുമുള്ള രീതിയിൽ ആ നൂലായിത്തീർന്നാൽ പിന്നീട് അതിന്റെ ഓരോ നൂലിഴകളും അഴിച്ചു വിടുകയും ചെയ്യും. അവരെ പറ്റി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വലാ തകൂനു കല്ലതി നഖദത് ഗസ്ലഹ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ. ഉറപ്പോടെ നൂൽ നൂറ്റ ശേഷം തന്റെ നൂൽ പല ഇഴകളാക്കിക്കൊണ്ട് പിരിയുടച്ചു കളഞ്ഞ ഒരു സ്ത്രീയെ പോലെ നിങ്ങൾ ആകരുത്. പരിശുദ്ധമായ റമദാനിൽ നേടിയെടുത്ത ചൈതന്യങ്ങളും പവിത്രതയും ഒക്കെ നമ്മുടെ റമദാനങ്ങൾ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ അതിനെ തച്ചുടച്ച് കളയരുത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. തഖ്വ നിലനിർത്തുവാൻ നമുക്ക് സാധിക്കണം. പ്രിയരെ, നാം നേടിയെടുത്തത് നാം തള്ളിക്കളയരുത്. നമ്മൾ നമസ്കരിച്ച ജമാഅത്തുകളും
നമ്മൾ നമസ്കരിച്ച ഖിയാമുൽ ലൈലുകളും ആരോരും അറിയാതെ നാം പല ആളുകൾക്കും നൽകിയ സദഖകളും സകാത്തുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അവസാനിക്കേണ്ട ഒന്നല്ല, നിലനിർത്തി പോകേണ്ട ഒന്നാണ്. ഖുർആനുമായി കൊണ്ട് നാം സ്ഥാപിച്ചെടുത്ത ബന്ധം തുടരുക തന്നെ വേണം. ഒന്നിന്റെയും പ്രതിഫലം അവസാനിക്കുന്നില്ല എന്നതുപോലെ തന്നെ ഒന്നിന്റെയും ശിക്ഷയും അവസാനിക്കുന്നില്ല എന്ന് നാം മനസ്സിലാക്കണം. സ്വർഗമാണ് ലക്ഷ്യം. സ്വർഗം നേടൽ നിസ്സാരമായ കാര്യമില്ല എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. മഹാനായ പ്രവാചകന്മാരും സഹാബാക്കളും ഒക്കെ പോയ സ്വർഗത്തിന് വേണ്ടിയാണ് നാം പരിശ്രമിക്കുന്നത് എന്നുള്ള ബോധം നമുക്കുണ്ടാകണം. മഹാനായ പ്രവാചകന്മാരൊക്കെ സഹിച്ച, സഹാബാക്കളൊക്കെ സഹിച്ച എത്രയോ പ്രയാസങ്ങൾ ഒന്നുമില്ലാതെ ആ സ്വർഗത്തിലേക്ക് എത്താമെന്ന് നമ്മൾ ആരും കരുതേണ്ടതില്ല. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ എന്ത് അവകാശമാണ് നമുക്ക് സ്വർഗം ചോദിക്കുവാനുള്ളത് എന്ന് നാം സ്വയം ആലോചിക്കണം. അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅലമുല്ലാഹു അല്ലദീന ജാഹദു മിൻകും വയഅലമു സ്വാബിരീൻ. വെറുതെ അങ്ങ് സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതല്ല, നിങ്ങളിൽ നിന്ന് ധർമ്മ സമരത്തിൽ ഏർപ്പെട്ടവരെയും ക്ഷമാശീലരെയും അല്ലാഹു തിരിച്ചറിഞ്ഞിട്ടല്ലാതെ ക്ഷമിക്കുന്നവരെയും ധർമ്മ സമരത്തിൽ ഏർപ്പെട്ടവരെയും ഒന്നും മനസ്സിലാക്കാതെ വെറുതെ അങ്ങ് സ്വർഗത്തിലേക്ക് കയറി ചെല്ലാമെന്ന് നമ്മൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ എന്ന് അല്ലാഹുവിന്റെ ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ സ്വർഗം ലഭിക്കുക എന്നത് നിസ്സാരമായ കാര്യമല്ല. മഹാന്മാരായ പ്രവാചകന്മാരും സ്വഹാബാക്കളും നേടിയെടുത്ത ആ സ്വർഗത്തിനാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. അവരൊക്കെ ചെയ്ത പ്രവർത്തനങ്ങളും നമ്മളൊക്കെ ചെയ്ത പ്രവർത്തനങ്ങളും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ സ്വർഗം ലഭിക്കുക എന്നത് നമുക്ക് വെറും അല്ലാഹുവിന്റെ വെറും ഒരു അനുഗ്രഹത്തിൽ നിന്നുള്ള ഒരു കാര്യം മാത്രമാണ് എന്ന് നാം തിരിച്ചറിയുക. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു യാ ലൈതനി കുൻതു ഹാദിഹി തുബന എന്ന് പറയുന്നുണ്ട്. അല്പം മണ്ണെടുത്തുകൊണ്ട് ഉമർ ഈ മണ്ണായി തീർന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. കാരണം എന്താ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പരലോകത്തെ ഭയപ്പെടണം. ഈ ലോകത്തുള്ള മണ്ണിനോ കല്ലുകൾക്കോ പരലോകത്തെ ഭയപ്പെടേണ്ടതില്ല. സ്വർഗം കൊണ്ട് ഉറപ്പ് നൽകപ്പെട്ട സ്വഹാബാക്കളിൽപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഉമർ ഈ മണ്ണായി തീർന്നിരുന്നെങ്കിൽ, നമ്മളാരെങ്കിലും നമ്മളൊക്കെ മണ്ണായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാറുണ്ട്. പരലോക ബോധം യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനുണ്ട് എങ്കിൽ അവന്റെ ജീവിതത്തിൽ മഹാനായ സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് പറയുന്നത് പോലെ, മനുഷ്യ മരിച്ച ആത്മാവിന്റെ വേദന നിനക്ക് അറിയാമായിരുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിൽ നീ പുഞ്ചിരിക്കില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ജീവിതത്തിൽ ഒന്നിനെയും നിസ്സാരമാക്കാതിരിക്കുക, ഒരു നന്മയെയും നിസ്സാരമാക്കാതിരിക്കുക. ഒരു മനുഷ്യൻ 500 വർഷം ജീവിച്ച ഒരു മനുഷ്യന്റെ കഥ പറയാറുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം. 500 വർഷം ഒരു തിന്മയും ചെയ്യാതെ നന്മ മാത്രം ചെയ്ത് ജീവിച്ച മനുഷ്യൻ, ആ മനുഷ്യൻ അല്ലാഹുവിന്റെ അടുക്കലേക്ക് എത്തുകയും പിന്നീട് അല്ലാഹു ആ മനുഷ്യനോട് ഉദ്ഖുലുൽ ജന്നത ബിറഹ്മതി, എന്റെ കാരുണ്യം കൊണ്ട് നീ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക എന്ന് പറയുകയും ചെയ്തപ്പോൾ ആ മനുഷ്യൻ പടച്ചവനോട് ചോദിക്കണം, എന്ത് അല്ലാഹുവേ, 500 വർഷം ഒരു തിന്മയും ചെയ്യാതെ നന്മ മാത്രം ചെയ്ത് ഞാൻ ജീവിച്ച എന്റെ ജീവിതമല്ലോ, അതുകൊണ്ട് എനിക്ക് സ്വർഗം കിട്ടൂലേ? അല്ലാഹു ആ മനുഷ്യനോട് വീണ്ടും പറഞ്ഞു, എന്റെ കാരുണ്യം കൊണ്ട് നീ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക. അദ്ദേഹം വീണ്ടും ചോദിക്കണം, പടച്ചവനെ, എല്ലാവരും തെറ്റ് ചെയ്യുമ്പോഴും ഒരു തെറ്റും ചെയ്യാതെ നിന്റെ പ്രതിഫലത്തെ മാത്രം ആഗ്രഹിച്ച് ഞാൻ നന്മ ചെയ്തില്ലേ, ആ നന്മകൾ കൊണ്ട് എനിക്ക് സ്വർഗത്തിൽ പോയി കൂടെ പടച്ചവനെ ചോദിച്ചപ്പോ അല്ലാഹു അദ്ദേഹത്തോട് വീണ്ടും പറഞ്ഞത്, എന്റെ കാരുണ്യം കൊണ്ട് നീ സ്വർഗത്തിൽ പ്രവേശിക്കണം. അങ്ങനെ അദ്ദേഹം വീണ്ടും ഇതേ ചോദ്യം ചോദിക്കണം, അപ്പൊ എന്റെ 500 വർഷത്തെ എന്റെ നന്മകളോ, അതുകൊണ്ട് എനിക്ക് സ്വർഗം കിട്ടൂലേ? അങ്ങനെ അല്ലാഹു ആ മനുഷ്യനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം, എന്ത് തുലാസിന്റെ ഒരു ഭാഗത്ത് ആ മനുഷ്യന്റെ 500 വർഷത്തെ നന്മയും തുലാസിന്റെ മറ്റൊരു ഭാഗത്ത് 500 വർഷത്തെ അദ്ദേഹത്തിന്റെ കണ്ണ് എന്ന് പറയുന്ന അനുഗ്രഹത്തെയും വെച്ച് തൂക്കി നോക്കണം. തുലാസിന്റെ ഒരു ഭാഗത്ത് കണ്ണും ഒരു ഭാഗത്ത് ഒരു മനുഷ്യന്റെ 500 വർഷത്തെ അമലുകളും തൂക്കി നോക്കുമ്പോൾ അത് തുല്യമായി നിൽക്കുന്നു എന്നതാണ്. പ്രിയമുള്ളവരെ, ഒരു ആയുഷ്കാലം മുഴുവൻ നന്മ മാത്രം ചെയ്താൽ പോലും സ്വർഗത്തിന് നമുക്ക് അർഹതയില്ല എന്നതാണ്. എങ്ങനെയെങ്കിലും സ്വർഗം ലഭിക്കുന്നുണ്ട് എങ്കിൽ ഇത് അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നുള്ളതാ. 500 വർഷം ജീവിച്ച ഒരു മനുഷ്യനെ അവന്റെ കണ്ണിന് പകരമാക്കുന്നുള്ളൂ എങ്കിൽ എന്ന് പറഞ്ഞ ഈ ഒരു കൂട്ടർക്ക് നമുക്ക് സ്വർഗം നേടുക എന്നത് വളരെയേറെ പ്രയാസപ്പെട്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഒരു തിന്മയും ബാക്കിയാക്കാതെ നന്മകളൊക്കെ പടച്ചവനോട് സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, തിന്മകളൊക്കെ പുറത്തു തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ റമദാൻ വിട പറയുമ്പോൾ എല്ലാ ചൈതന്യവും നേടിയെടുത്ത് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് റമദാനോട് നമ്മൾ യാത്ര പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്ത ഇബാദത്തുകളും അമൽ സ്വാലിഹാത്തുകളും ഖിയാമുൽ ലൈലുകളും തറാവീഹുകളും നോമ്പുകളും സകാത്തുകളും സദഖയും ഒക്കെ സ്വീകരിക്കുകയും
അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله تعالى على نبينا محمد وآله وصحبه أجمعين أما بعد. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഉണർത്തുകയാണ്, ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിലെ 23-ാമത്തെ അധ്യായത്തിലെ 60-ാമത്തെ ആയത്ത്, വല്ലദീന യുഅ്തൂന മാ അതൂ വഖുലൂബുഹും വജിലത്തുൻ. ഈ ആയത്ത് ഇറങ്ങുമ്പോൾ നമുക്കറിയാം ഈ ആയത്ത് എന്താ പറയുന്നത്? രക്ഷിതാവിലേക്ക് തങ്ങൾ മടങ്ങി ചെല്ലേണ്ടവരാണല്ലോ എന്ന് ഹൃദയങ്ങളിൽ ഭയമുള്ളതോടുകൂടി തങ്ങൾ ദാനം ചെയ്യുന്നതെല്ലാം ദാനം ചെയ്യുന്നതിലും ആരോ. ഈ ആയത്ത് വിശുദ്ധ ഖുർആനിൽ ഇറങ്ങുമ്പോൾ മഹദി ആയിഷ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകണം എന്നുള്ള ഭയം കൊണ്ട് അവരുടെ ഹൃദയങ്ങൾ പ്രയാസപ്പെട്ടു എന്ന് പറയുമ്പോൾ അവർ മദ്യപിക്കുന്നവരായിരുന്നു എന്നും അതുപോലെ തന്നെ മോഷ്ടിക്കുന്നവരായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അഹും അല്ലദീന യശ്റബൂനൽ ഖംറ വയസ്രിഖൂൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ബിൻത സിദ്ദീഖ്, ഈ അബൂബക്കറിന്റെ മകൾ ആയിഷ, വലാകിന്നഹും അല്ലദീന യസൂമൂന വയസല്ലൂന വയതസദ്ദഖൂൻ. അവർ മോഷ്ടിക്കുകയോ കള്ളുകുടിക്കുകയല്ല ചെയ്തത്, അവർ നമസ്കരിക്കുമായിരുന്നു, അതുപോലെ തന്നെ നോമ്പെടുക്കുമായിരുന്നു, ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്യുമായിരുന്നു. പിന്നെ എന്തിനാ അവർ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസത്തെ ഭയപ്പെടുന്നത്? സഹാബാക്കൾക്കുണ്ടായിരുന്ന ഭയം പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കണം. എന്ത്? ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടുണ്ടാകുമോ എന്നുള്ള ഭയമായിരുന്നു അവർ ആ ആയത്ത് കേട്ടപ്പോൾ ഭയപ്പെട്ടിരുന്നതിനുള്ള കാരണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മളൊക്കെ എഴുതാൻ ഉപയോഗിക്കുന്ന പേനയുണ്ടല്ലോ, പെൻസിലുണ്ടല്ലോ പ്രിയമുള്ളവരെ, ആ പെൻസിലിനെ പറ്റി 4 കാര്യങ്ങൾ പറയാറുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരാണ്. പെൻസിലിനെ പറ്റിയാണ്. നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരാണ്. പക്ഷെ എല്ലായ്പ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മെ നിയന്ത്രിക്കുന്ന ഒരു കരം ഉണ്ട് എന്നുള്ള സത്യം. ഒരു പെൻസിൽ എല്ലാത്തിനും പറ്റും, എഴുതാനൊക്കെ പറ്റും, പക്ഷെ ആ പെൻസിലിനെ ഉപയോഗിക്കാൻ ഒരു കരമുണ്ടാകും, ഒരു കൈ. ആ കൈയാകുന്നു, ആ കൈ ദൈവത്തെ പോലെയാകുന്നു എന്നതാണ്. ആ നിയന്ത്രണത്തിന് പൂർണ്ണമായും നാം വഴങ്ങിക്കൊടുക്കേണ്ടി വരും. നമ്മൾ ചലിപ്പിക്കാതെ ആ പെൻസിൽ ചലിക്കില്ല. നമ്മൾ വിചാരിക്കാത്ത ഒരു സംഗതി ആ പെൻസിലോട്ട് എഴുതാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ അവസ്ഥയും. അവന്റെ മേലുള്ള കരങ്ങൾ അത് അള്ളാഹുവിന്റേതാണ് എന്നതാണ്. അതുപോലെ തന്നെ ഈ പെൻസിൽ കൊണ്ട് കുറെ അധികം എഴുതി കഴിയുമ്പോൾ അതിനെ വീണ്ടും മൂർച്ച വരുത്തേണ്ടി വരും. ജീവിതത്തിന്റെ നിമിഷങ്ങളിലൂടെ മനുഷ്യൻ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അവന്റെ ജീവിതത്തിൽ നിന്ന് അവന്റെ തഖ്വ നഷ്ടപ്പെടും. ആ തഖ്വ മൂർച്ച കൂട്ടിയെടുക്കുവാനുള്ള സമയമാണ് റമദാൻ എന്നത്. പെൻസിൽ എല്ലായ്പ്പോഴും താൻ എഴുതിയത് മായ്ക്കുവാൻ തയ്യാറാകുന്നു, അനുവദിക്കുന്നു. പെൻസിൽ കൊണ്ട് എന്ത് എഴുതിയാലും അത് ഏത് നിമിഷവും മായ്ച്ചു കളയാം. അതിന്റെ അറ്റത്തുള്ള ആ റബ്ബർ ഉണ്ടല്ലോ, അതാണ് തൗബ. അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കിയത്. നമ്മുടെ ജീവിതം അങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച റമദാൻ നാം ചെയ്ത തെറ്റുകൾ മായ്ച്ചു കളയുവാനുള്ള ആ ഒരു സമയമാണ് എന്ന് നാം മനസ്സിലാക്കും. പുറമേയുള്ള തടി കൊണ്ടുള്ള നിറമുള്ള ഈ കവചം എത്ര മനോഹരമാണ് എന്നതല്ല, അതിന്റെ അകത്തുള്ള ഗ്രാഫൈറ്റ്, കറുത്ത ഗ്രാഫൈറ്റ്, അതിനനുസരിച്ചിരിക്കും അതിന്റെ മഹത്വം. അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ ജീവിതവും. തന്റെ ശരീരവും സൗന്ദര്യവുമല്ല, അവന്റെ ഹൃദയത്തിൽ എത്രത്തോളം തഖ്വയുണ്ടോ അതായിരിക്കും അവന്റെ വിജയം എന്ന് മഹാനായ ഒരു എഴുത്തുകാരൻ പറയുകയാണ്. മഹാനായ പണ്ഡിതൻ അതാഉസ് സലമി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ചരിത്രം പറയുമ്പോൾ, വലിയ വസ്ത്രങ്ങൾ നല്ല ഭംഗിയിൽ നെയ്തുണ്ടാക്കുന്ന ഒരു പണ്ഡിതൻ കൂടിയാണ്. ഏറ്റവും സുന്ദരമായ വസ്ത്രങ്ങൾ നെയ്തുണ്ടാക്കും അദ്ദേഹം. ഒരിക്കൽ മാസങ്ങളോളം തയ്യാറെടുത്തുകൊണ്ട് സുന്ദരമായ ഒരു വസ്ത്രം നെയ്തുണ്ടാക്കുകയാണ്. യാതൊരുവിധ പോരായ്മയും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് പിന്നീട് അത് മാർക്കറ്റിൽ വിൽക്കുവാൻ കൊണ്ടുപോയി വെക്കുകയും ആ മാർക്കറ്റിൽ പ്രദർശിപ്പിച്ചപ്പോൾ വാങ്ങാൻ വരുന്ന ആളുകൾ അതിന്റെ ചെറിയ ചെറിയ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം പൊട്ടിക്കരയുകയാണ് പ്രിയമുള്ളവരെ. അദ്ദേഹം പരലോകത്തെ പറ്റി ആലോചിച്ചു. സൂക്ഷ്മതയോട് കൂടി
അതിസൂക്ഷ്മമായിക്കൊണ്ട് ഒരു തിന്മയും ചെയ്യാതെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കുമ്പോൾ നാളെയുടെ ലോകത്ത് പടച്ചവന്റെ അടുത്ത് എത്തുമ്പോൾ നമ്മൾ ആരും ഓർക്കാത്ത വിചാരിക്കാത്ത ചെറിയ തിന്മകൾ അള്ളാഹു നമ്മളെ ചൂണ്ടിക്കാട്ടുമല്ലോ എന്നുള്ള സങ്കടം കൊണ്ട് അദ്ദേഹം കരയുകയാണ് എന്നതാണ്. നമ്മളൊക്കെ ആലോചിക്കണം, എല്ലാ തിന്മകളും പടച്ച റബ്ബിന്റെ മുന്നിൽ വെച്ചു എന്ന് ഉറപ്പുവരുത്തണം. പരിശുദ്ധ റമദാൻ വിട പറയുമ്പോൾ സന്തോഷത്തോടു കൂടി ഈ റമദാനിൽ ഉപയോഗിക്കുവാൻ പറ്റിയെന്നും ഞാനിപ്പോൾ ശൂന്യമായ നന്മകൾ മാത്രം അവശേഷിക്കുന്ന ഒരു മനുഷ്യനാണ് എന്ന് ഉറപ്പുവരുത്തുവാൻ വിശ്വാസികൾ എന്ന നിലക്ക് സാധിക്കണം. ഇതല്ലാതെ ഇതിനെ പറ്റിയ ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ല എന്ന് നാം ഉറപ്പുവരുത്തണം. നമ്മുടെ സക്കാത്തുകളും ഫിത്ർ സക്കാത്തുകളും ഒക്കെ അല്ലാഹു സ്വീകരിച്ചു എന്ന് നാം ഉറപ്പുവരുത്തണം. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾ അമലുകളെക്കാൾ അമലുകൾ സ്വീകരിച്ചു എന്നാണ് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് എന്നത്. വളരെ വലിയ ഒരു ചിന്തിക്കേണ്ട ഒരു സമയത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. റമദാനിന്റെ തുടക്കം മുതൽ അതിന്റെ സമാപനത്തിലേക്ക് അടുക്കുമ്പോൾ എത്രയോ നന്മകൾ നാം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ റബ്ബന തഖബ്ബൽ മിന്ന എന്ന് പറയുവാൻ നാം സമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആരാധനകൾ അവസാനിക്കുന്നില്ല. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ നമ്മൾ അല്ലാഹുവിനെ ആരാധിക്കേണ്ടവരാണ് എന്നുള്ള ബോധം നമുക്കുണ്ടാകണം. നമ്മുടെ നമസ്കാരങ്ങളൊക്കെ നിലനിർത്താൻ നാം നേടിയെടുത്ത ചൈതന്യത്തെ മുഴുവൻ കാത്തു സൂക്ഷിക്കണം. തഖ്വ ജീവിതത്തിൽ സൂക്ഷിക്കണം. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. മുത്തഖീങ്ങളുടെ ഇബാദത്തുകൾ മാത്രമേ പടച്ചവൻ സ്വീകരിക്കുന്നുള്ളൂ. അല്ലാഹുവിനെ പറ്റി അറിയണം. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹുവിനെ പറ്റി അറിഞ്ഞവർക്ക് മാത്രമേ അവനെ യഥാവിധത്തിൽ ആരാധിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. നേടിയെടുത്ത ചൈതന്യത്തെ നഷ്ടപ്പെടുത്താതെ റമദാനിന് ശേഷവും എല്ലാ മാസവും നാം ഇതുപോലെ തഖ്വയോടുകൂടി വിശുദ്ധ ഖുർആനെ ഹൃദയത്തിലേറ്റുന്ന അല്ലാഹുവിന്റെ എല്ലാ കൽപ്പനകളെയും യഥാവിധത്തിൽ പാലിക്കുന്ന വിശ്വാസികളെ കൊണ്ട് മാറുവാൻ സാധിക്കണം. നാം ചെയ്യുന്ന ദാനധർമ്മങ്ങളൊക്കെ ഇരട്ടിപ്പിക്കുകയും എല്ലാ നല്ല കാര്യങ്ങളിൽ ഇടപെടുവാനും ഒക്കെ നാം സമയം കണ്ടെത്തണം. ഇൻഷാ അല്ലാഹ് ഇന്നിവിടെ നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിന്റെ കളക്ഷനാണ്. സദഖകളൊക്കെ നാളെയുടെ ലോകത്ത് നമുക്ക് ഉപകാരപ്പെടുമെന്നുള്ള ഒരു ബോധത്തോടുകൂടി, നിയത്തോടുകൂടി, നല്ല നിയത്തോടുകൂടി അല്ലാഹുവേ നീ ഇത് സ്വീകരിക്കണേ എന്ന മനസ്സോടുകൂടി നാം ചെയ്യുന്ന ഓരോ ധർമ്മവും നാളെ നമുക്ക് വലിയ വിജയമായി കൊണ്ട് നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകളെയും സ്വീകരിക്കുകയും നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പുറത്ത് മാപ്പാക്കി തരികയും ചെയ്യുമാറാകട്ടെ. റഹ്മാനായ നാഥാ, നിന്റെ വിശ്വാസികൾ ഫലസ്തീനിലെ ജനങ്ങൾ വളരെയേറെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് എല്ലാ കരാറുകളും നീക്കുകയും പിന്നീട് അവർക്ക് മേൽ വീണ്ടും വീണ്ടും അക്രമം വരുത്തുമ്പോൾ നീ എല്ലാം കാണുന്നുണ്ട് എന്നുള്ള ബോധ്യത്തിലാണ് അല്ലാഹുവേ ഞങ്ങളെല്ലാം നിൽക്കുന്നത്. അല്ലാഹുവേ നിന്റെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തുകയും നിന്നിൽ വിശ്വസിച്ച ആ സംഘത്തെ നീ ഉയർത്തുകയും ചെയ്യണം. അല്ലാഹുവേ നിന്റെ സഹായം അവർക്ക് എല്ലാവർക്കും നൽകി അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പുഞ്ചിരിയോടുകൂടി ഒരുമിച്ച് കൂട്ടണേ. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ ഇബാദത്തുകളും അർഹമർ റഹീമായ നാഥാ, പോരായ്മകളുണ്ടെങ്കിൽ എല്ലാം വിട്ട് പുറത്ത് മാപ്പാക്കി തരികയും എല്ലാ നല്ല നന്മകളും സ്വീകരിക്കുകയും ചെയ്യണേ നാഥാ. അല്ലാഹുവേ ഞങ്ങളുടെ സക്കാത്തുകളും ഞങ്ങളുടെ ഫിത്ർ സക്കാത്തും ഞങ്ങളുടെ സദഖകളും ഒക്കെ അല്ലാഹുവേ നീ സ്വീകരിക്കുകയും പാപങ്ങളിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പുറത്ത് മാപ്പാക്കി തരികയും ചെയ്യണേ നാഥാ. അല്ലാഹുവേ ജീവിതത്തിന്റെ വിനോദങ്ങൾക്കിടയിൽ ആരോരും അറിയാതെ ചെയ്തു കൂട്ടിയ ചെറിയ വലിയ തിന്മകൾ അല്ലാഹുവേ ഈ റമദാൻ വിട പറയുമ്പോൾ അതെല്ലാം ഞങ്ങളിൽ നിന്ന് നീ നീക്കി തരണേ നാഥാ. അല്ലാഹുവേ സന്തോഷത്തോടുകൂടി നിന്നെ കണ്ടുമുട്ടുവാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ നാഥാ. അല്ലാഹുവേ ഞങ്ങളുടെ നോമ്പുകൾ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നാഥാ നീ സ്വീകരിക്കുകയും നാളെ അതിനെ നീ വാഗ്ദാനം ചെയ്ത പൂർണ്ണ പ്രതിഫലം നൽകുകയും ചെയ്യണേ നാഥാ. അർഹമർ റഹീമായ നാഥാ, ഞങ്ങളുടെ തറാവീഹ് നമസ്കാരങ്ങൾ ഞങ്ങളുടെ ഖിയാമുൽ ലൈൽ എല്ലാം സ്വീകരിക്കണേ നാഥാ. അല്ലാഹുവേ ഞങ്ങളെ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന നോമ്പെടുക്കാൻ സാധിക്കാത്ത എത്രയോ ആളുകളുണ്ട് നാഥാ. അല്ലാഹുവേ എല്ലാവരുടെയും അസുഖം നീ സുഖപ്പെടുത്തുകയും ആരോഗ്യത്തോടുകൂടി നിന്നെ ആരാധിക്കുവാനും നിന്നെ കണ്ടുമുട്ടുവാനും ഒക്കെ നീ അനുഗ്രഹിക്കണേ നാഥാ. അല്ലാഹുവേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരന്മാർ എല്ലാവർക്കും അല്ലാഹുവേ നിന്റെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി നീ അനുഗ്രഹിക്കണേ നാഥാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء والأموات
إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. والحمد لله رب العالمين وصلى الله تعالى على نبينا